പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനിയായ 10ാം ക്ലാസ്സുകാരി ശ്രീനന്ദയെ കാണാതായിട്ട് 3 ദിവസം പിന്നിടുകയാണ്. കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ വെച്ചാണ് കുട്ടിയെ കാണാതായത്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു 14-കാരി ശ്രീനന്ദ. കുട്ടിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുകയാണ് ഈ കുട്ടിക്കായി? സുരേഷ്, കർണാടകയിൽ നിന്നുള്ള പോലീസ് സംഘവും അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും ഉൾപ്പെടെ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ശ്രീനന്ദ എന്ന കുട്ടിയെ കാണാതാവുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 5:30 കർണാടകയിലെ ചിക്കമംഗളൂരിലെ സൂയിസൈഡ് പോയിന്റിന്റെ ഭാഗത്ത് വെച്ചാണ് കുട്ടിയെ കാണാതാവുന്നത്. ഇവർ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയാണ്. ഈ കുട്ടിയും കുടുംബവും ഉൾപ്പെടെ ഒരു 40 അംഗ സംഘം വിനോദയാത്രയ്ക്ക് വേണ്ടി കർണാടകയിലെ ചിക്കമംഗളൂരിലേക്ക് പോയതായിരുന്നു. പിന്നീട് അവിടെ വെച്ച് ഈ ചൊവ്വാഴ്ച 5:30 കുട്ടിയെ കാണാതാവുകയായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത്. പക്ഷേ ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ഉൾപ്പെടെ അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടത്തുന്നുണ്ടെങ്കിലും കുട്ടിയെ ഏതായാലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും 15 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനന്ദ എന്ന പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായ കുട്ടിയാണ് കർണാടകയിലെ ചിക്കമംഗളൂരിൽ വെച്ച് കാണാതായിരിക്കുന്നത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.